കണ്ണൂരില് നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല. ഞാൻ അവിടെ ആലുവ കൂട്ടക്കൊല കേസിൽ ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയ അനുഭവം എനിക്കുണ്ട്. അതിന്റെ ഒരു പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. അവിടെ ജയിൽ ജീവനക്കാർക്കൊന്നും അവിടെ വോയിസ് ഇല്ല. ഒരു പാർട്ടി സെല്ലാണത്. അപ്പൊ അവിടെ ഇതുപോലുള്ള സംഭവം ഇനിയും ഉണ്ടാകാം. 7 മണിക്കൂർ എടുത്തു ഈ വിവരം റിപ്പോർട്ട് ചെയ്യാൻ. എന്താണ് ലഭിക്കുന്ന വിവരം? 7 മണിക്കൂർ. അതും ഒരു കുപ്രസിദ്ധ കുറ്റവാളി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അധികൃതർ അറിഞ്ഞിട്ടേയില്ല. 1 മണിക്കും 2 മണിക്കിടയിലാണ് സംഭവം. 7 മണിയോടുകൂടിയാണ് ഈ വിവരം പോലീസ് അറിയുന്നത്. അത് ഞാനിപ്പം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കേരളത്തിലൂടെ ഞാനൊന്നത് പറയുകയും ചെയ്തു. ശിവജി എന്ന് പറഞ്ഞ ഒരാള് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ചാടി. അതേ മോഡസ് ഓപ്പറാൻഡി തന്നെയാണ് ഇയാളും കാണിച്ചിരിക്കുന്നത്. അവിടെ വെന്റിലേഷന് ഉള്ള നമുക്കൊരു 10-12 അടി മുകളിൽ ചെറിയൊരു വെന്റിലേഷൻ വയർ വെച്ചിട്ടിരിക്കുന്ന ചെറിയ കമ്പി, അത് അറക്കണമെങ്കിൽ അതിന്റെ ഒരു കമ്പിയെ തൂങ്ങിക്കിടന്നിട്ട് ആക്സ ബ്ലേഡ് കൊണ്ട് അറക്കണം. അത് ശിവജി ഏകദേശം 2 ആഴ്ച കണ്ടെടുത്തു അത് ഒരു കമ്പി മുറിച്ച് മാറ്റാൻ. അതിലെ ഇറങ്ങിയിട്ട് അയാൾ ചൗക്കാളം കിടക്കാൻ ഉപയോഗിക്കുന്ന ചൗക്കാളം വലിച്ചു കീറി കയറാക്കിയിട്ടാണ് 18 അടി ഉയരമുള്ള തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ചാടിപ്പോയത്. അവിടെ ഒരു വാഴയുടെ ചോട്ടി കെട്ടി ഇവനും വേറൊരുത്തിനും കൂടെ അതിന്റെ 10 അടി കഴിഞ്ഞപ്പം ഒരു പാരപ്പെട്ട് പോലെ ഉണ്ട്. അവിടെ ഒരുത്തൻ കീറി നിന്ന് അവന്റെ തലയിൽ കീറി നിന്നിട്ട് അവന്റെ ചോളത്ത് കീറിന്നിട്ടാണ് ചാടുന്നത്. അപ്പൊ ഇവിടെ ഒരു സഹായം ലഭിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് ജയിൽ അധികൃതർ പരിശോധിക്കണം.